കള്ള് വ്യവസായത്തിന് നവോന്മേഷം പകർന്ന പാടശേഖരങ്ങളിലെ കനാൽ ബണ്ടുകളിലെ തൈത്തെങ്ങുകളിൽ ആരംഭിച്ച കള്ളുചെത്ത് പ്രതിസന്ധിയിലേക്ക്. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കള്ള് മോഷ്ടിക്കുന്നതാണ് ഭീഷണിയാകുന്നത്. ചാഴൂർ പഞ്ചായത്തിലെ ആലപ്പാട് പുള്ള്, പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറം പാടശേഖര സമിതികളുടെ കീഴിലുള്ള കോൾപ്പടവുകളിലെ ഇറിഗേഷൻ കനാൽ ബണ്ടുകളിൽ ചെത്തുന്ന തെങ്ങുകളിൽ നിന്നാണ് കള്ള് മോഷണം പോകുന്നത്. പാടശേഖര സമിതികൾ തെങ്ങൊന്നിന് 300 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം പാട്ടം വാങ്ങിയാണ് ചെത്തു തൊഴിലാളികളെ ഇവിടെ തെങ്ങ് ചെത്താൻ അനുവദിച്ചിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിട്ട് നമ്മൾ ഈ പണി ജോലി ചെയ്യുന്നത് തന്നെ. പക്ഷേ നമ്മൾ ഈ പണിയെടുത്ത് വരുന്ന നേരത്ത് കാലത്ത് വരുമ്പോൾ കള്ളും ഉണ്ടാവില്ല, മാട്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്തും പരാതി അന്തിക്കാട് സ്റ്റേഷനിലും അതുപോലെ ഇവിടെ ചേർപ്പിലും പരാതി കൊടുക്കാൻ വേണ്ടി ഇവിടെ പാടശേഖര കമ്മിറ്റിയോടും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പിള്ളേർ വന്നിട്ട് ഇവിടെ കള്ളും ഇതൊക്കെ ഈ മയക്കുമരുന്ന് ഈ കഞ്ചാവൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പോലുള്ള ഈ തൊഴിലാളികൾ. വർഷങ്ങൾക്ക് മുൻപ് തെങ്ങുകൾക്ക് കേട് ബാധിച്ചപ്പോൾ കള്ളുൽപാദനം കുറഞ്ഞ് മിനിമം വേതനത്തിനുള്ള കള്ള് പോലും കിട്ടാതാവുകയും നിരവധി തൊഴിലാളികൾ ചെത്തുപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടി പോകുകയുമായിരുന്നു. എന്നാൽ ഇറിഗേഷൻ കനാൽ ബണ്ടുകളിൽ പാടശേഖര സമിതികൾ നട്ടുപിടിപ്പിച്ച 100 കണക്കിന് തെങ്ങുകൾ പാട്ടത്തിന് ചെത്താൻ അനുവദിച്ചത് പലരെയും കള്ളുചെത്തിലേക്ക് ആകർഷിക്കുകയാണ്. ജലസമൃദ്ധമായ തോടിനരികെ നട്ടുവളർത്തിയ ഉയരം കുറഞ്ഞ നല്ല ഇനം തെങ്ങുകളിൽ നിന്ന് കൂടിയ അളവിൽ കള്ള് കിട്ടുന്നതിനാൽ ചെത്തുതൊഴിലാളികൾക്ക് ഭേദപ്പെട്ട വരുമാനം കിട്ടുന്ന സാഹചര്യമാണ്. അധ്വാനഭാരം കുറഞ്ഞതും കള്ള് സുലഭമായി കിട്ടുന്നതും കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കള്ളുമോഷണം പ്രതിസന്ധിയായിരിക്കുന്നത്. കോൾ ബണ്ടുകളിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളാണ് തെങ്ങുകളിൽ നിന്ന് കള്ള് ഊറ്റുന്നതെന്നാണ് സൂചന. ചിലർ കള്ള് ശേഖരിക്കുന്ന മാട്ടം എറിഞ്ഞുടയ്ക്കുകയും ചെയ്യാറുണ്ട്. ചെത്തുതൊഴിലാളികൾ പാടശേഖര സമിതികൾ മുഖേന പോലീസിൽ പരാതി നൽകിയെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ ബണ്ടും തൈകളുള്ള കാരണം കുറച്ച് ആൾക്കാർ വീണ്ടും ഈ മേഖലയിലേക്ക് വന്നു തുടങ്ങിയില്ല. പക്ഷേ ഇതിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട തീരെ ഒരു ഇതില്ല. അപ്പോൾ അത് അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തുതരാം. പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുക, കാവൽക്കാരെ നിയോഗിക്കുക, CCTV ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ കള്ളൂറ്റൽ തടയണമെന്നാണ് ചെത്തുതൊഴിലാളികളുടെ ആവശ്യം.